കാരുണ്യത്താലേ ഉയർത്തി வைத்த நல்ல நேசரே, ஒன்றும் இல்லாத என்னை உம் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ഹല്ലേലൂയ. ഈ സന്ധ്യയിലെ സമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. ശ്രീയേശുനാമം അതിശയനാമം പൗലൂസ് ഇന്ന് രാത്രിത്വന്റെ ഉയർപ്പ് മാത്രമല്ല, രണ്ട് പൊതുവിൽ ഒരു ഉയർപ്പ് മാനവരാശിക്ക് ആവശ്യമാണെന്ന് ഉയർത്തിക്കാണിക്കുവാൻ ക്രിസ്തുവിന് സമസ്വരൂപമുള്ള ഒരു മനുഷ്യനായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലൂസ്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറന്നു പോകരുത്, നമ്മൾ ആയിരിക്കുന്നത് ആരുടെ നാമത്തിൽ എന്നറിയാമോ? കർത്താവിൻ്റെ നാമത്തില. കർത്താവിൻ്റെ നാമത്തിൽ ഏത് ദൈവകുഞ്ഞായിരുന്നാലും അവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആകെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 60 പ്രവചനങ്ങളാണ്. പക്ഷെ നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ ഇതിനകത്തൊന്നുമില്ല. എല്ലാം നിവർത്തിയായ പ്രവചനങ്ങളാണെന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ ഒരു അധ്യായമേ ഉള്ളൂ. അതാണ് 1 കൊരിന്ത്യർ ലേഖനവും 2 കൊരിന്ത്യർ ലേഖനവും. അതിൽ സകലതും നിവർത്തിയായി കഴിഞ്ഞു എന്ന് പൗലൂസ് പ്രഖ്യാപിക്കുന്ന കാര്യം ഇതാണ്. ആമേൻ. ഒരിക്കലും ഒരു മനുഷ്യനും ഒരാളെപ്പോലും തകർത്ത് കാണുവാൻ ആഗ്രഹിക്കുന്ന ആ സഭയ്ക്കകത്ത് 18 മാസം താമസിച്ച് 18 മാസം എന്താണ് പ്രവചനം, എന്താണ് ശുശ്രൂഷ, എങ്ങനെ പ്രവചിക്കണം, എങ്ങനെ വെളിപ്പാട് പറയണം, എന്താണ് അഭിഷേകം, എന്താണ് അവൻ ഐക്യത, എന്താണ് കൂട്ടായ്മ, എന്താണ് സഭ, ആരാണ് പുരോഹിതൻ, ആരാണ് പ്രവാചകൻ, ആരാണ് പ്രവാചകി, ആരാണ് വെളിപ്പാട് പറയുന്നവൾ, ആരാണ് വെളിപ്പാട് പറയേണ്ടത്, എങ്ങനെ പറയണം, സഭയിൽ ആരൊക്കെ പ്രവചിക്കണം, സഭയിൽ ആരൊക്കെ അന്യഭാഷയിൽ ആരാധിക്കണം, ഇത്യാദി കാര്യങ്ങൾ 18 മാസം കൊണ്ട് ആമേൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിൽ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് വലിയൊരു ടീച്ചിങ് ആണ് ആമേൻ താൻ അവിടെ ചെയ്തു കൂട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം പ്രൈസ് സഭയിൽ ആമേൻ ആരൊക്കെ പ്രവചിക്കണം, എങ്ങനെ പ്രവചിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുന്നു, 3 പേർക്ക് മാത്രം. 14-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, 14, 27, 14, 28, 14, 28, 14, 29, 14, 39, 14, 34, 14, 34 ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒന്ന് പറയുന്നു, ആമേൻ നിങ്ങൾ പ്രവചിക്കുമ്പോൾ വ്യാഖ്യാനി ഇല്ലെങ്കിൽ എങ്ങനെ? പ്രവാചകൻ തന്നെ വ്യാഖ്യാനിയാകണമോ? അല്ല. 2 പേർ ആമേൻ അന്യഭാഷയിൽ അവിടെ ആരാധിക്കുമ്പോൾ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അടുത്തൊരു വെളിപ്പാടുകാരനെ സഭ സൃഷ്ടിക്കപ്പെടണം. ഇന്ന് സഭയിൽ വെളിപ്പാടില്ലാതായി പോയി. വരുന്നവൻ ആരാണെന്നോ, ആമേൻ പ്രവചിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ അന്യഭാഷ പറയുന്നവനോ പാടുന്നവനോ ആരെന്നറിയാതെ സഭ അതിൻ്റെതായ ആമേൻ സ്തോത്രം അന്ധകാരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചില നിമിഷം കഴിയുമ്പോൾ പൗലോസ് പറയുന്നു, ആമേൻ കൊരിന്ത്യർ സഭ തകർന്നു പോകേണ്ട സമയമായിരുന്നു എന്നറിഞ്ഞ് താൻ വിവിധ സഭകളിലൊന്നും പാർക്കാതെ കൊരിന്ത്യർ പട്ടണത്തിനകത്ത് വന്ന് കൊരിന്ത്യർ പട്ടണത്തിനകത്ത് അവൻ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. നിയോഗിക്കപ്പെട്ടവൻ ഒരു പട്ടണത്തിൽ ഇറങ്ങിയാൽ നിയോഗത്തോടെ ദൈവത്തിന്റെ ആമേൻ കൃപയോടെ ഒരു പട്ടണത്തിൽ ഒരു ദൈവ പുരുഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവന് ദൈവം അയക്കാതെ ഒരു പട്ടണത്തിലും പോയി വസിക്കത്തില്ല എന്നുള്ള കാര്യം ഇതിനാൽ നമുക്ക് ആമേൻ ഈ അധ്യായത്തിൽ 1ഉം 2ഉം അധ്യായം ദൈവമക്കൾ പഠിക്കുന്നവരാണ്. നിങ്ങൾ വായിക്കാതിരിക്കരുത്. വായിച്ചേ. ആമേൻ സ്തോത്രം. 14-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ പറയുന്നു, ഒരു സഭയിൽ എത്ര പേർക്ക് അന്യഭാഷ പറയാം?
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കുറിച്ച് വെച്ചോ, 3 പേർക്ക് മാത്രം. ഇന്ന് അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആമേൻ അടുത്തിരിക്കുന്നവരും പറയുന്നു, അടുത്തിരിക്കുന്നവർ പറയുമ്പോൾ അപ്പുറത്തവനും പറയുന്നു, അവിടെ ഇരിക്കുന്നവർ പറയുന്നു, അപ്പുറത്തവനും പറയുന്നു, അപ്പുറത്തിരിക്കുന്ന വ്യക്തിയും പറയുന്നു. എന്താ അവർ പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു വ്യാഖ്യാനി സഭയ്ക്കകത്ത് നിക്ഷിപ്തമായി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാം അന്യഭാഷയല്ല, എല്ലാം അഭിഷേകമല്ല, എല്ലാം പ്രവചനമല്ല, എല്ലാം ദൂതുകളല്ല. ഇന്ന് രാത്രി മറന്നു പോകരുത്. 18:27 ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യക്തമാകണമല്ലോ, വ്യക്തമാകണം. ആമേൻ. 2 3 പേർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാനുണ്ട് എന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ 2 3 പേർ മാത്രം അന്യഭാഷയിൽ സംസാരിക്കട്ടെ. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഒരു വ്യാഖ്യാനി അവിടെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെന്താ സംസാരിക്കുന്നതെന്ന് വെളിപ്പെടുത്തണം. ഇന്ന് രാത്രി ചിലതൊക്കെ വെളിപ്പെടുത്തുന്നൊരു ദൈവം ഈ കൂട്ടായ്മയ്ക്കകത്ത് പ്രത്യക്ഷനായി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ഹല്ലേലൂയ ഉറപ്പായിട്ട് ദൈവാത്മാവിൽ ആലോചന കൈമാറുകയാണ്. എല്ലാം പ്രവചനമല്ല, എല്ലാം വ്യാഖ്യാന വരങ്ങളുമല്ല, എല്ലാം ദൂതുകളുമല്ല. എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഒടുക്കത്തെ ശത്രുവായ മരണത്തെ എന്നേക്കുമായി നീക്കപ്പെടുത്തണമെങ്കിൽ ഒരുവൻ ആമേൻ ജഡവരാരത്തിൽ ഇറങ്ങി വരണം. അത് ആമേൻ പൗലോസിനറിയാം ആരാ ഇറങ്ങി വന്നത്. ആമേൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് ഒറ്റ അടിയോടുകൂടി 6.5 അടി ഉയരമുള്ള കുതിരപ്പുറത്ത് നിന്ന് 7 അടിക്ക് ഉയരം തോന്നിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുന്ന പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ അടിച്ചു താഴെ ഇട്ടിട്ട് ഒറ്റ വാക്ക് ചോദിക്കുക, ആമേൻ പ്രൈസ് ദി ലോർഡ്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇന്ന് രാത്രി മറന്നു പോകരുത്. നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു ജനസമൂഹം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചോദിക്കും, അത് ഏത് രാശിയിലാ ജനിച്ചത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കുന്നേ? ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ 3 വർഷം മുമ്പ് നിങ്ങൾക്കറിയാം, ആമേൻ സ്തോത്രം, ഒരു ദൈവദാസൻ ഒരു കുട്ടി ജനിച്ചു. ആമേൻ. ഭക്തന്മാർക്കെല്ലാം മക്കളുണ്ട്, എങ്കിലും ഒരു ദൈവദാസൻ എടുത്തു പറയാനുണ്ട്, പേര് പറയുന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചു. പറയുക, ഏതാശില ജനിച്ചത്? പാസ്റ്റർ, നിങ്ങൾ ശുശ്രൂഷ കെട്ടപ്പെട്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കുട്ടിയെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്, കൊന്നുകളയണം. അത് വേറൊരു ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. കൊന്നുകളയണം. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, കുട്ടി ജനിച്ച പിതാവ് ശുശ്രൂഷകനാണല്ലോ, അദ്ദേഹത്തിന് കേൾക്കേണ്ട ആലോചന ആലോചന കേൾക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറന്നു പോകരുത് കേട്ടോ. അദ്ദേഹം തിരിഞ്ഞു പിരിഞ്ഞു നോക്കിയില്ല, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയില്ല. 13 വർഷം 12.5 വർഷം കാത്തിരുന്നൊരു കുഞ്ഞിന് കിട്ടിയപ്പോൾ പറയാ, അതിനെ കൊന്നുകളയണം, ശുശ്രൂഷ കെട്ടപ്പെട്ടു പോകുമെന്ന്. ഇന്ന് രാത്രി ചിന്തിക്കണമേ, ഒന്നും നോക്കിയില്ല, അതിനെ എടുത്ത് ആമേൻ സ്തോത്രം നദിക്കകത്ത് എറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് വെളിപ്പാട്. അതാണോ വെളിപ്പാട്? എന്ന് ആമേൻ രാത്രി ദൈവാത്മാവ് ഒരു ആലോചന പറയട്ടെ. ആമേൻ. ഉദരബലം അവൻ തരുന്ന പ്രതിഫലമാണ്. ഏത് രാശിയിൽ ജനിച്ചു എന്നല്ല, അവനെ പുറത്ത് കൊണ്ടുവന്ന് കൈ ഇരിക്കേണ്ട ഭാഗത്ത് കൈയും, കാല് വെക്കേണ്ട ഭാഗത്ത് കാലും, ചെവി ഇരിക്കേണ്ട ഭാഗത്ത് ചെവിയും, ആമേ കണ്ണു വെക്കേണ്ട ഭാഗത്ത് കണ്ണും, അവയവങ്ങൾ അതാത് ഭാഗത്ത് ഫിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കി ആമേൻ വളർത്തി 3.5 വയസ്സുവരെ വളർത്തിയ കുഞ്ഞിനെ കൊന്നുകളയാൻ ദൂത് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നറിയാൻ ഒരു വ്യാഖ്യാനി സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയി. എന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. പിന്നത്തെ നമ്മൾ അറിയുന്നത് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു എന്ന്. ഇപ്പൊ ഏറെക്കുറെ പിടികിട്ടി കാണും. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് നഷ്ടപ്പെട്ടാൽ ആമേൻ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു വാക്ക് കടമെടുക്കട്ടെ. ലാസറി മാത്യു പാസ്റ്റർ പറയുന്നത് ബോധിക്കുന്നത് ചെയ്യുമെന്ന. സ്തോത്രം.
ഹല്ലേലൂയ. ഈ രാത്രി മറന്നു പോകരുത്. ഒടുക്കത്തെ മരണം നീങ്ങിപ്പോകും. ഒരു മരണം വെല്ലുവിളിക്കുന്നുണ്ട്. സഭകളെ കേന്ദ്രീകരിച്ച്, ക്രിസ്ത്യാനികളെ കേന്ദ്രീകരിച്ച്, വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ കേന്ദ്രീകരിച്ച്, വിശുദ്ധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ കേന്ദ്രീകരിച്ച്, പത്യോപദേശത്തിൽ നിൽക്കുന്നവരെ കേന്ദ്രീകരിച്ച്, പത്യോപദേശത്തിലും വേർപാടിലും നിൽക്കുന്നവരെ കേന്ദ്രീകരിച്ച്, ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ കേന്ദ്രീകരിച്ച് ഒരു മരണപ്പിശാച് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെന്നേക്കുമായി നീങ്ങിപ്പോകുമെന്ന് 2025 മൂന്നാമത്തെ മാസം 28ാമത്തെ ദിവസം വചനത്തിൽ കൂടെ വിളിച്ചു പറയുന്നു. അത് നിന്റെ സഭയിൽ നിന്ന് നീങ്ങിപ്പോകും, അത് നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകും, അത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? പിടിവിട്ടുപോയി ദൈവദാസനെ എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, അവിടെ ശത്രു കയറി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന രാത്രി ദൈവകുഞ്ഞ്, ഇതിനകത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാ, അഭിഷക്തന്മാരാ, അഭിഷക്തമാരാ. ഒരു കാര്യം ഉറപ്പായിട്ട് ദൈവാലോചന പറയുകയാണ്, ഒരുക്കത്തെ ശത്രുവായവൻ കുടുംബത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അവനെ പുറത്താക്കണമെങ്കിൽ മുഴങ്കാൽപ്പടി ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറാണോ? എങ്കിൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 18 മാസമാണ് കൊരിന്ത്യരിലെ പൗലോസ് താമസിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. 18 മാസം പൗലോസ് കൊരിന്ത്യർ പട്ടണത്തിൽ താമസിച്ച കാര്യം ഇതാണ്. അവർ ആരാധിക്കാൻ പോകും, തിരിച്ചു വരും, വിഗ്രഹം ആരാധിക്കും. ആരാധിക്കാൻ പോകും, തിരിച്ചു വരും, വിഗ്രഹത്തിന് മുകളിൽ തൊഴുതുകൊണ്ടിരിക്കും, ആരാധിച്ചുകൊണ്ടിരിക്കും. അവർ നേരെ വരും, ആരാധന കഴിയും, മെഴുതിരി എത്തിക്കും. ആമേൻ. വിഗ്രഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിനകത്ത് നിന്ന് ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പൗലോസ് മുഴങ്കാൽ മടക്കുന്നതിന് കാര്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ഒടുക്കത്തെ ശത്രുവിനെ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പിന്മാറ്റം കൊണ്ടിടുന്ന ശത്രുവിനെ പുറത്താക്കാൻ എന്ന് രാത്രി തയ്യാറോടെ ഇരിക്കുക. ആമേൻ, സ്തോത്രം. കേവലം ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു ആമേൻ സ്തോത്രം ഒരു വാക്ക് കൊണ്ടോ തീരുന്നതല്ല ഇത്. ഇത് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. പ്രാർത്ഥനയിൽ മുൻപിലോട്ട് വരുന്ന ദൈവകുഞ്ഞേ, ഇവിടെ ആമേൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവായിരിക്കുന്ന ആമേൻ സ്തോത്രം പൗലോസ് കഴിഞ്ഞ 14 അധ്യായത്തിലും പറയാത്തത് ഈ 15ഉം 16ഉം അധ്യായത്തിലേക്ക് പഠിക്കുമ്പോൾ ഒരു വാക്യം പോലും വിടാതെ എണ്ണപ്പെടുന്ന രീതിയിലല്ല, അളവറ്റ ദൈവ സാന്നിധ്യത്തിൽ കൂടെ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ചേ. 1:13 നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തും നമ്മൾ കാണുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 15:49 പഠിക്കുമ്പോഴും 15:52 പഠിക്കുമ്പോഴും 15:46 പഠിക്കുമ്പോഴും 15:50 പഠിക്കുമ്പോഴും 15:57 58 പഠിക്കുമ്പോഴും 15 ആമേൻ സ്തോത്രം ഹല്ലേലൂയ 13 പഠിക്കുമ്പോഴും 15:3 പഠിക്കുമ്പോഴും 33ലേക്ക് വരുമ്പോഴും 32ലേക്ക് വരുമ്പോഴും 33ൽ ആമേൻ പൗലോസ് എന്താ പറഞ്ഞറിയാമോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ആമേൻ സ്തോത്രം ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ? പ്രൈസ് ദി ലോർഡ്. എന്താ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ആമേൻ ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്നാണോ? പോരാ പോരാ പോരാ. ഇങ്ങനെ പോയാൽ മതിയെന്നാണോ? പോരാ. ഹല്ലേലൂയ. ഉപവസിക്കുന്ന സമയത്ത് ഉപവാസം ഇരിക്കണം. ആമേൻ സ്തോത്രം. ദൈവം ഏൽപ്പിക്കുന്ന സമയത്ത് ശുശ്രൂഷിക്കണം. ദൈവം പറയുന്ന സമയത്ത് പ്രവചിക്കണം. ദൈവം പറയുന്ന സമയത്ത് കാത്തിരിക്കണം. ദൈവം പറയുന്ന സമയത്ത് ശുശ്രൂഷയിൽ ആമേ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഓടണം. ദൈവം പറയുന്ന സമയത്ത് ഷടകുടഞ്ഞെണീക്കണം. ദൈവം പറയുന്ന സമയത്ത് ഐ ആം റെഡി എന്ന് പറയാൻ നാം തയ്യാറല്ലെങ്കിൽ ആമേൻ കഴുതയോട് ദൈവം സംസാരിക്കും. ഇന്ന് രാത്രി മറന്നു പോകരുത്. കഴുത പറയും ഐ ആം റെഡി, ഞാൻ ഓക്കെയാ, സംസാരിപ്പാൻ ഞാൻ ഓക്കെയാ. നീ ഇടപെടാൻ ഓക്കെയാണെങ്കിൽ കഴുത പറയുന്നു ഞാൻ സംസാരിക്കാൻ ഓക്കെയാ. ബിലയാമിനോട് സംസാരിച്ചിട്ട് മനസ്സിലാകുന്നില്ല, പക്ഷെ കഴുത പറയാണ് ഞാൻ ഐ ആം റെഡി. എന്നോട് പറ, ഞാൻ പ്രോമിസ് പറയുക, ഞാൻ സംസാരിക്കും.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചിലരെ പുറത്തെടുക്കുന്ന രാത്രിയാ. മനസ്സിലാകുന്നുണ്ടോ ദൈവകുഞ്ഞെ? ഹല്ലേലൂയ. ഈ തമ്പുരാനെ പ്രസംഗിപ്പാൻ, തമ്പുരാനെ ആരാധിപ്പാൻ, ഇദ്ദേഹത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന സമയം നിങ്ങൾ വൃഥാവാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, അരി കഴുകി തിളച്ച വെള്ളത്തിനകത്ത് ഇടുമ്പോഴും നീ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. മീൻ വെട്ടാൻ എടുക്കുമ്പോഴും നീ പ്രസംഗിക്കണം. ആമേൻ, സ്തോത്രം. പച്ചക്കറി അരിയാൻ എടുക്കുമ്പോഴും നീ പ്രസംഗിക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നല്ല കറികൾ ഉണ്ടാക്കുമ്പോഴും നീ പ്രസംഗിക്കണം. ആമേൻ, എല്ലാം പാകം ചെയ്ത് ടേബിളിലെത്തും മുമ്പേ നീ പ്രസംഗിക്കണം. നീ പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ ഭക്ഷണം കഴിക്കുന്നവരും ഈ ഉണ്ടാക്കിയവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. അത് വിളമ്പുമ്പോഴും പറയണം, ശേഷിക്കുന്നത് കഴിക്കാനല്ല, ഓരോ ദിവസവും കൊടുക്കുവാൻ. കർത്താവേ, നീ എന്റെ ടേബിളിനകത്ത് ഞങ്ങൾ 2 പേരോ 3 പേരോ 4 പേരോ ആണെങ്കിലും 10 പേർക്കുള്ള ഭക്ഷണം നീ തരണമെന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ഇതാണ് ദൈവ പൈതലേ ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അതിലേക്ക് നാം തയ്യാറാകുമ്പോഴാ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. അടങ്ങിയിരിക്കാൻ കഴിയുമോ? പ്രൈസ് മിണ്ടാതിരിക്കാൻ കഴിയുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇരിക്കാൻ കഴിയുമോ? ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? എന്നാൽ ഇന്ന് രാത്രി പറയുക, ദൈവത്തോട് സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് മാത്രം സംസാരിക്കട്ടെ. ആത്മാവിൽ സംസാരിക്കുന്നവൻ അവൻ ആത്മാവിൽ മാത്രം സംസാരിക്കട്ടെ. പ്രവചിക്കുന്നവൻ അവൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് നിന്റെ സഭയ്ക്കകത്ത് എണീറ്റില്ല എങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെതായ നിലയിൽ മുൻപിലോട്ട് കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അനേകർ പ്രവചിക്കുന്നുണ്ട്, അനേകർ ദൂത് പറയുന്നുണ്ട്, അനേകർ വചനം ശുശ്രൂഷിക്കുന്നുണ്ട്, പക്ഷേ വ്യാഖ്യാനം ഇല്ലാതെ പോയി. ആമേൻ, ആമേൻ. വായിക്കാം. സ്തോത്രം. 14-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14:29. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. മതി. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ എന്ത് ചെയ്യണം? അത് വിവേചിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സഭയ്ക്കകത്ത് കയറി വന്ന ശേഷം പൗലോസ് അടുത്ത് 15-ാമത്തെ അധ്യായത്തിലേക്ക് ഒരു പറയുകയാണ്. സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടപ്പോൾ പൗലോസിനെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പറയുക, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലയോ? പറയാൻ പറ്റുമോ? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല എന്ന് പൗലോസ് തൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് താൻ രേഖപ്പെടുത്തുമ്പോൾ ആ വാക്യത്തിനകത്ത് നിന്ന് പറയാൻ പറ്റുമോ? ദൈവമേ, സ്തോത്രം. ഞാൻ നിരവധി പ്രാവശ്യം നിന്റെ സഭയ്ക്ക് നേരെ ഞാൻ കുതികാല് ഉയർത്തിയവനാ, പക്ഷെ എനിക്ക് നിൽക്കാൻ യോഗ്യതയില്ലെന്ന് പൗലോസോടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് സംസാരിക്കുകയാ. ഇന്ന് രാത്രി ആരോടൊക്കെ സംസാരിക്കുന്നു? താഴ്ത്തി കൊടുക്കുന്നവനോട് സംസാരിക്കുന്ന, സമർപ്പിക്കുന്നവനോട് സംസാരിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്നവനോട് സംസാരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജോബി ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ഒടുവിലത്തെ മരണത്തെ നീക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മരിച്ചു മൺമറഞ്ഞു പോകേണ്ട നാളുകൾ കഴിഞ്ഞു പോയി എന്ന് ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി ദൈവാലോചന കൈമാറുകയാ. കേട്ടോ? നിന്നെ ഒതുക്കിക്കളയാൻ, നിന്നെ തകർത്തു കളയുവാൻ, നീ ആയിരിക്കുന്ന ദേശത്തു നിന്നൊരു പതറിനെ പറത്തിക്കളയുന്നത് പോലെ നിന്നെ പാറ്റിക്കളയാൽ, നിന്റെ നല്ല യൗവനത്തെ തുച്ഛീകരിച്ച് സ്തോത്രം നീ ഒരു മോശക്കാരനാക്കുവാൻ, നിന്നെ മാറ്റി നിർത്തി പഴിക്കുവാൻ ഹല്ലേലൂയ ഒരു സംഘം പുറപ്പെട്ടപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, ഒടുവിലത്തെ മരണത്തെ ഞാൻ നീക്കിക്കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജോബി, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കേട്ടോ? ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. 2025-26 നിന്റെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ് ആക്കി ദൈവം നിന്നെ തീർക്കാൻ പോകുകയാ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവകരങ്ങളിലേക്ക് നീ ഏൽപ്പിക്കപ്പെട്ട് ഈ നാളുകൾ നീ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം പറയുന്നു, ആമേൻ, നിന്നെ പിന്തുടരുന്ന ഒരു മരണത്തിന്റെ കെണിയെ ദൈവാത്മാവ് ഇന്ന് രാത്രി തുടച്ചു മാറ്റുകയാണ്. നാളുകളായി ഞാൻ ഒറ്റപ്പെട്ടല്ലോ, ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി മുമ്പിലോട്ടൊരു ടേണിംഗ് പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നീ ഏകാന്തതയുടെ ഇരുട്ടിനകത്തേക്ക് ശത്രു നിന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഒടുവിലത്തെ ശത്രുവിനെ ക്രൂശിച്ച് ഒടുവിലത്തെ ശത്രുവിനെ ഇല്ലാതാക്കി അവന്റെ ശക്തിയെ ഇന്ന് രാത്രി ഇല്ലാതാക്കി ദൈവത്തിന്റെ ജയക്കൊടിയെ നിന്റെ ഭാവിക്കകത്തേക്ക് പതിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ശത്രു നിന്റെ ജീവിതത്തിലെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നീ എവിടെ ആയിരിക്കേണ്ട വ്യക്തി നിനക്ക് തന്നെ ചിന്തിക്കാം. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിക്കപ്പെട്ട ഈ നാളുകളിൽ മുഴങ്കാൽപ്പടി ഇരിക്കുമെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഏൽപ്പിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട് മുൻപിലോട്ട് വരുമെങ്കിൽ ഒടുവിൽ നിന്നോട് പോരാടി നിൽക്കുന്ന, ഇനി മുൻപിലോട്ടൊരു വാഴ്ക്കയില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രി തമ്പുരാൻ പിഴുതെറിയുന്ന രാത്രിയാണ്. സ്തോത്രം പറഞ്ഞു. ഈ ദൂത് നീ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ. ഈ 28-ാം തീയതി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, വരുന്ന 3 മാസത്തിനകത്ത് നിന്റെ ചെവി കൊണ്ട് കേൾക്കുക മാത്രമല്ല, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക തലത്തിൽ ദൈവം നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, ആമേൻ, സ്തോത്രം, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ കാണത്തക്ക തലത്തിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. നഷ്ടപ്പെട്ട ലൈഫിനെ ഓർത്ത് നീ ഭാരപ്പെട്ട് മാറിയിരുന്ന് കരയേണ്ടവനല്ല. ശടകുടഞ്ഞെണീറ്റ് മുൻപിലോട്ട്, ഓ പ്രൈസ്, അരകെട്ട് ചെരുപ്പിട്ട് മുൻപിലോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് പറ. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന റൂമിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. അപ്പോൾ തന്നെ ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്തൊരു ദൈവപ്രവർത്തി ഞാൻ കാണുന്നു. ഞാൻ ഇരിക്കുന്ന റൂമിനകത്ത് ദൈവാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ ഞാൻ നിറയപ്പെടുന്നു. ചില അന്ധകാരം നിന്റെ വീട്ടിനകത്തുനിന്ന് ദൈവാത്മാവ് പിഴുതെറിയുകയാണ്. നിന്നെ പരസ്യകോലമാക്കുമെന്ന് പറഞ്ഞ് മേലെഴുത്ത് സ്ഥാപിച്ച് ആമെ ബോർഡ് വെക്കുന്നത് പോലെ പിശാചിന്റെ ശക്തികളെ അവന്റെ ബോർഡിനെ പിഴുതെറിഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിന്റെ കൊടിമരം ഇന്ന് രാത്രി, ഒരു ജയത്തിന്റെ കൊടിമരം എല്ലാവരും കാണുക, ദേശത്ത് പറന്നുയരുന്ന ഒരു കൊടിമരമായി ദൈവത്തിന്റെ ആത്മാവ് ദേശത്തിൽ എവിടെയോ നിന്നെ നിന്ദിക്കപ്പെട്ടത്, ആ പട്ടണത്തിൽ നിന്നെ മാനിക്കപ്പെടുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി നീ മറന്നു പോകരുത്. ആമെ ജോബി, നീ എത്ര രാത്രികളിൽ ആമ എങ്ങനെയെങ്കിലും അവസാനിച്ച് കാണുമെന്ന് പറഞ്ഞ് നീ മുമ്പിലോട്ട് യാത്ര ചെയ്ത വ്യക്തിയാ. പക്ഷെ ദൈവാത്മാവ് രാത്രി പറയുന്നു, അവിടെയൊക്കെ നിന്നെ തട്ടി തട്ടി കൊണ്ടുവന്ന കാര്യമുണ്ട്. ഒരു മറവിടത്തിൽ ഇരിക്കുന്ന നിക്ഷേപത്തെ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ, നിന്റെ യൗവനത്തിൽ, നിന്റെ കഠിന പ്രാർത്ഥനത്തിൽ, നിന്റെ വിശപ്പിനാൽ നീ സമ്പാദിച്ച പലതും, ഓ പ്രൈസ് ദി ലോർഡ്, ശമനപരകതുലി വൈഡവനാരകൽക്കല വേദപരാജകൾ പ്രൗഢപരക്ഷം പലതും നാമെ തച്ചുടച്ച് ആമെ ഒരു കടൽത്തിര പോലെ അടിച്ചു കയറി സകലത്തെയും മുളച്ചു വരുന്ന സകല നന്മകളെയും തച്ചുടച്ച് അരിച്ചുകൊണ്ട് ഒരു അരിപ്പ പോലെ അരിച്ചെടുത്തു കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ശേഷിക്കുന്ന ചില നെൽമണികളുണ്ട്, അതിനകത്ത് 100 മേനി കൊയ്ത്ത് എന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുക. ഓ റിബലബ ശംഭവാരികൽക്കന വൈഡകരാജകൽക്കനാദി അന്തൽപ്രൗഢവരക്ഷം വേദപരാജകൽക്കനാദി അതുരാരകൽക്കന ജൂഡപരംധനാകര. ഈ രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഇവിടെ പറയാ, പ്രൈസ് ദി ലോർഡ്, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായിട്ടുള്ള ആമേ മരണത്തെ എന്ത് ബന്ധം? ഒടുക്കത്തിന് ശത്രു കൊണ്ട് പൊതുവിൽ ആമേൻ ഒരു മരണം ആമേൻ വെല്ലുവിളിച്ച് ദേശത്ത് താണ്ഡവമാടുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകമുള്ളവന് പറയാൻ കഴിയും, സുനില കർത്താവിന്റെ അഭിഷേകത്തെ പ്രാർത്ഥിച്ചോ, ഒടുവിലത്തെ ശത്രുവിനെ വരുന്ന 7 നാൾക്കകത്തു വച്ച് നിന്റെ മുമ്പിൽ ഞാൻ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, എടോ ഞാൻ നിന്നെ ചുഴറ്റി എറിയുമെന്ന് പറഞ്ഞ ശബ്ദം യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവാത്മാവ് പറയുന്നു, എടോ ഞാൻ നിന്നെ ചുഴറ്റി എറിയും, നിന്നെ വിടിയിപ്പാൻ ആരും കഴിയില്ല എന്ന ശബ്ദം അഭിഷേകത്തോട് ദൈവാത്മാവ് ഇരിക്കുന്ന ബിൽഡിങ്ങിൽ ദൈവാത്മാവിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. ആമേ ഒടുവിലത്തെ ശത്രു ആമേ സ്തോത്രം നന്മയ്ക്ക് വിരോധമായി, ആമേ ഉയർച്ചയ്ക്ക് വിരോധമായി യാത്രകളെ തടയിട്ട്, ബന്ധങ്ങളെ ആമേ തടയിട്ട്, ആമേ പോരാടി നിൽക്കുന്ന ഒടുവിലത്തെ ശത്രു ഇന്ന് രാത്രി
ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ ദൂത് പറയുമ്പോൾ തന്നെ, അത് ഈ രാത്രി കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, തലമുറകളിൽ നിന്നും അവരുടെ തലമുറകളിൽ നിന്ന് വരെ ഈ രാത്രി അതിനെ വിടുവിച്ച് പുറത്തെടുക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒടുവിലത്തെ ശത്രുവിനെ ഇന്ന് രാത്രി തകർത്ത് ഇന്നേക്ക് 7 ദിവസത്തിനകത്ത് ഉപവാസം വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പേ ദൈവത്തിന്റെ കമനീയമായ പ്രവൃത്തി അഭിഷേകത്തെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ കേട്ടോ. ദൈവാത്മാവ് ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയുന്നു, കർത്താവ് തന്നെ പ്രോമിസ് തരുന്നു, ആമേൻ, ഞാനത് ചെയ്യും, ഹല്ലേലൂയ, ആമേൻ, ഞാനും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒരു ശബ്ദം ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ശുഡമനരഗതന വൈഡകരഗതുലി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord. ആമേൻ, ആമേൻ, ആമേൻ. തീർന്നില്ല അഭിഷേകത്തെ. പുഷ്ടി നിമിത്തം മുഖം തകരും. പുഷ്ടി നിമിത്തം മുഖം തകരും. ചില മുഖങ്ങൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയാ. ചില മുഖങ്ങൾ ഇന്ന് രാത്രി പൊട്ടി മാറുന്ന രാത്രിയാ. ഉടമനരഗത ശംഭവരാജകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ചില മുഖങ്ങൾ ഇന്ന് രാത്രി തകരുകയാ. ചുടബന രകൽക്കന ജൂഡബരാജകൽക്കനാദി അമ്പൽ പ്രൗഢപരക്ഷം വേദപരാജകൽക്കനാദി പ്രൗഢപരം ധുനി. ഹല്ലേലൂയ. എന്ന് രാത്രി ദൈവത്തിന്റെ വലിയ മഹത്വം, ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഴ പോലെ, വീശിയടിക്കുന്ന കാറ്റ് പോലെ, കാറ്റിൽ കൂടെ വരുന്ന ചില കുളിര് പോലെ, ആമേ, ഇന്ന് രാത്രി തണുപ്പിന്റെ അന്തരീക്ഷത്തിലേക്ക് ദൈവസഭ വരേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേ, ഈ രാത്രി കുടുംബങ്ങൾക്കകത്ത് വിടുതലെന്ന് ദൈവാത്മാവിന്റെ രാത്രി ദൂത് പറയാൻ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചു വന്ന വാക്യം ഇതാണ്. ആമേ, 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ആമേൻ. 2 തീമോഥെയോസിന്റെ ലേഖനം, ആമേൻ, 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ദൂത് ഇന്ന് രാത്രിയിൽ, ആമേൻ, സ്തോത്രം തരികയാണ്. ആമേൻ. 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദാംശം വായിച്ചാട്ടെ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ആമേൻ. ഇപ്പോൾ മരണം നീങ്ങുകയും. ഇന്ന് രാത്രി ചില മരണങ്ങൾ കുടുംബത്തിനകത്തുനിന്ന് മാത്രമല്ല, ചില ദേശത്തുനിന്ന് ദൈവാത്മാവ് ചില മരണങ്ങളെ നീക്കുകയാ. എന്തിനു വേണ്ടി അറിയാമോ? സുവിശേഷം കൊണ്ട് ജീവനും. ഒരു സുവിശേഷത്തിന്റെ പ്രകാശം അന്ധകാരത്തിനകത്തിരിക്കുന്ന പതിയിരിക്കുന്ന ഇരുട്ടിനകത്തുനിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വിളിച്ചു പറയുന്നു, ഏതൊക്കെയോ കുടുംബത്തിനകത്ത് അന്ധകാര കൂരിട്ടിനെയും, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേ, ഇന്ന് രാത്രി ജാതിക മണ്ഡലങ്ങളെയും മൂടുന്നത് പോലെയുള്ള ചില അന്തരീക്ഷങ്ങൾ പ്രാർത്ഥന പോലും പുറത്തു വരാതെ വിതുമ്പൽ മാത്രം, ചുണ്ടുകൾ മാത്രം വിതുമ്പി കണ്ണുകൾ പൊട്ടി ഒഴുകുന്ന നിലയിൽ പ്രാർത്ഥനകൾ മാറിക്കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണത്തെ സുവിശേഷം കൊണ്ടും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ ആമേ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുമായിരുന്ന തന്റെ ആമേ സ്വന്തം നിർണയത്തിലും ആമേ കൃപയായാലും ഇന്ന് രാത്രി ആമേ അത് വർണ്ണിച്ച് മുൻപിലോട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവം അതിൽ പറയാൻ കഴിയും. ഇന്ന് രാത്രി ചിലത് നീങ്ങിപ്പോയിരിക്കുകയാ. ഹല്ലേലൂയ. എന്താ ആമേൻ, തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ എന്താ അങ്ങനെ പറഞ്ഞത്? 1:8 വാക്യം പറയുന്നു, അതുകൊണ്ട് നമ്മുടെ കർത്താവായ ആമേ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ആമേ ഭക്തനായി പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി പിന്നെയും പൗലോസിന് പറയാനുള്ള ഒന്നുണ്ട്. സുവിശേഷം ചിലതിനെ കറ നീക്കി, ചുളുക്കം നീക്കി,
വാട്ടം നീക്കി, മാലിന്യം നീക്കി, സങ്കടങ്ങൾ നീക്കി, കണ്ണുനീരുകൾ നീക്കി, ആത്മഹത്യകൾ നീക്കി, ആമേ സ്തോത്രം, പരാജയങ്ങളെ നീക്കി, ആമേ പാപചിന്തകളെ നീക്കി, ഹല്ലേലൂയ, വെണ്മയും ചുവപ്പുമുള്ള ദൈവത്തോട് ചേർത്തണയ്ക്കുന്ന സുവിശേഷത്തിന്റെ ആ പ്രാഗൽഭ്യത്തിലേക്ക് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കൂട്ടായ്മ ആചരിക്കുന്ന ദൈവകുഞ്ഞിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. അതിനെ പൊളിക്കാൻ ഈ ഒരു ശത്രുവിനും കഴിയില്ല. ഹല്ലേലൂയ. അതിനെ പൊളിക്കാൻ ഇന്ന് രാത്രി എന്നല്ല, ഇനിയുള്ള രാത്രികളിലും ശത്രുവിന് കഴിയത്തില്ല. കാരണം നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ആർക്കും പ്രവേശിക്കാൻ കൂടാത്ത ചില ആമേൻ ലോക്കുകളിട്ട് ശത്രു പൂട്ടിയെങ്കിൽ ഇന്ന് രാത്രി ലോക്കുകളെ പുറത്തെടുക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ തമ്പുരാനെ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറയും? ആമേൻ കഴിയും. അങ്ങനെ പറ, ദൈവം ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ മരണത്തെ മാറ്റണ്ടേ, ആ മരണത്തെ ഒന്ന് നീക്കണ്ടേ, ആ മരണത്തിന്റെ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആ കാപാലിത്വത്തെ പുറത്തു കൊണ്ടുവരണ്ടേ. ശമനപരകഥന വൈഡകരാജകൽക്കനാദി. ആ 20-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് 20-ന്റെ-14 വരുമ്പോൾ അവിടെ ഒരു ദൂത് ആമേ വെളിപ്പാടുകാരനായിരിക്കുന്ന തൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞ 20-ന്റെ-14 ഒന്ന് വായിച്ച് അവിടെ എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഒന്ന്, മരണത്തെ നീക്കി. 2, പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് ഇത് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ അവൻ നീക്കിയില്ലേ? ഇന്ന് രാത്രി മരണത്തെ നീക്കിയില്ലേ? മരണത്തെ നീക്കിയ ദൈവമല്ലേ? പ്രൈസ് ദി ലോർഡ്. മരണത്തെ മാറ്റിയ ദൈവമല്ലേ? ഈ രാത്രി ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന പ്രായവ്യത്യാസമില്ലാത്ത ആമേ എല്ലാവരോടും ദൈവാത്മ പറയുന്നു, എത്ര പ്രാവശ്യം ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആമേൻ. ഇനിയും ഇത്രയൊക്കെ ചെയ്തിട്ടും, ആമേ ഇത്രയൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടും എനിക്ക് കിട്ടിയതോ ഇതാണോ? ഇന്ന് രാത്രി ആ ഒരു ചിന്ത ഇന്ന് രാത്രി മാറണം. ഞാനും നീയും ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്നറിയാമോ? ആമേ പുസ്തകം വിളിച്ചു പറയുന്നു, ഇത് കർത്താവിന് വേണ്ടി നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആമേൻ വരുന്ന ചില വേദനകളുണ്ട്. അത് ഭാരപ്പെടണ്ട. ഇതിന്റെ മറുപടി കൊടുക്കാൻ ദൈവം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ പരസ്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. പരസ്യമായാലും നാണം കെടുത്തിയേ, അതുകൊണ്ട് പരസ്യമായി അനുഗ്രഹിക്കുന്ന ദൈവം. ആമേൻ. മുണ്ടക്കയത്ത് വച്ച് പരസ്യമായിട്ട് നാണം കെടുത്തിയെങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, പാറശാല കൊണ്ടുപോയി ദൈവം അനുഗ്രഹിക്കത്തില്ല. മുണ്ടക്കയത്ത് ബസ് സ്റ്റാൻഡിൽ വച്ചാണ് നിന്നെ പരസ്യമായി ആമേൻ ഹല്ലേലൂയ നിന്നെ പ്രഖ്യാപിച്ചു നിന്നെ നാണം കെടുത്തിയെങ്കിൽ, സത്യവേദ പുസ്തകം പറയുന്നു, അത് പാറശാല കൊണ്ട് ഒരു കോണിൽ കൊണ്ടുപോയി നിന്നെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമല്ല ഇത്. നിന്നെ എവിടെ വച്ച ആ ആൾക്കാർ ചാകും മുൻപ് എല്ലാവരെയും ആ കവലയിൽ കൂട്ടി വരുത്തി എല്ലാവരും വന്നെന്നറിഞ്ഞ് നിന്നെ പരസ്യമായി അനുഗ്രഹിക്കുന്ന ദൈവം പ്രഖ്യാപിക്കുന്ന ദിവസം വെറുതെ അല്ല, മുമ്പിൽ വരാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൂതിലേക്ക് നീ ശ്രദ്ധയെ തിരിച്ച്, എവിടെയാ നീ വീഴ്ത്തപ്പെട്ടു എന്ന് ശത്രു പറഞ്ഞത്, എവിടെയാ നീ തള്ളപ്പെട്ടു എന്ന് ശത്രു പറഞ്ഞത്, അതേ സൈഡിൽ വെച്ച് തന്നെ ദൈവം നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാവേലിക്കര വച്ച് ദൈവദാസിയെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയാണെങ്കിൽ മാവേലിക്കര വച്ച് തന്നെ അനുഗ്രഹിക്കും. ആമേൻ. കൊട്ടാരക്കര വെച്ച് അനുഗ്രഹിക്കണം ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കൊട്ടാരക്കര നിന്ന് തന്നെ അനുഗ്രഹം പ്രാപിക്കും. ഇനിയേറെ അമേരിക്കയിൽ വെച്ച് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അമേരിക്കയെ കൊണ്ടുപോയി അനുഗ്രഹിപ്പിക്കും. ആമേൻ. പ്രസിഡന്റ് മാറിയിരിക്കും. എന്റെ ദൈവം ആരെന്നറിയാമോ? ഉലകത്തെ ചമച്ചവൻ, ഉലകത്തെ ആമേൻ നിർമ്മിച്ചവൻ,
ഹല്ലേലൂയ. ഇനി ആമേ സ്തോത്ര കണ്ണന്തിട്ട കാട്ടാക്കട വെച്ച് ഇനി കർത്താവിന്റെ ദാസിയെ പ്രഭസൃഷ്ടയെ നിങ്ങളുടെ നാടൻ കടത്തിയെങ്കിൽ അവിടെ വച്ച് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കും. അതിനപ്പുറത്ത് കർത്താവ് കൊണ്ടുപോകത്തില്ല. അവിടെ നിർത്തി നിങ്ങളെ മാനിക്കുമെന്ന് രാത്രി. എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ പറഞ്ഞു, അതുകൊണ്ട് നീ മരിക്കാൻ താല്പര്യപ്പെടണ്ട. എന്നെ ഇന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് എന്നെ നാടൻ കെടുത്തിയെന്ന് പറഞ്ഞ് എന്നെ ജീവനെ ഒടുക്കുന്നു എന്ന് നീ പറയണ്ട. ദൈവം പറയുന്നു, ആ വ്യക്തികൾ നാട് നീങ്ങും മുമ്പേ അവരുടെ മുമ്പിൽ വച്ച് ഈ ദൈവത്തിന്റെ പുസ്തകത്തെ ഏറ്റുപറയത്തക്ക തലത്തിൽ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തർക്കമില്ല, ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേ ചേനക്കാട് വെച്ച് തന്നെ ദൈവം അനുഗ്രഹിക്കണമെന്ന് തങ്ങമേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവം ചേനക്കാട് വെച്ച് തന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി അതിനപ്പുറത്ത് കൊണ്ടുപോയല്ല, അവിടെ നിർത്തി തന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ. ഈ രാത്രി തമ്പുരാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവാത്മ വെളിപ്പാട് കാണിക്കാനെ ചില കുടുംബങ്ങളെ എടുത്തെടുത്ത് പറയുക ഇന്ന് രാത്രി. ലിൻഡാലിറ്റി ആമേ സ്തോത്രം. ദൈവം നിങ്ങളെ എവിടെ വച്ച് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് അറിയാം. എന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക, പടയപ്പേടിച്ച് പന്തെടുത്തു പോയാൽ അവിടെ ചൂട്ടും കെട്ടി പടയെന്ന് പല വ്യക്തികളും പറയാറുണ്ട് കേട്ടോ. എന്നാൽ ഇന്ന് രാത്രി ആലോചന പറയുക, പാർക്കുന്ന പട്ടണത്തിൽ ആമേ ദൈവാത്മാവ് നിങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുന്നതിനെ ഉളവാക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒറ്റ വാക്കിനാൽ സകലത്തെ ഉളവാക്കുന്ന ദൈവം ഇന്ന് രാത്രി ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന പരിശുദ്ധനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം ആരാ? ആമേൻ. അവൻ നിന്നെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനുഗ്രഹിക്കും. നിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെ ആമേൻ സ്തോത്രം കോർത്തിണക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ദൈവം ഉറപ്പിക്കുന്നതിന് രാത്രികളാ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് രാത്രി, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി കുടുംബങ്ങൾ നോക്കി ഈ രാത്രി വിളിച്ചു പറയുന്നു. സ്തോത്രം. ആമേ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അത് റിജു എന്ന ദൈവവേദനെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കേൾക്കുന്നുണ്ടോ? നിന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ പട്ടണക്കാർ മുഴുവനും നിന്റെ കുടുംബത്തിനെതിരെ തിരിഞ്ഞാലും ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ പിതാവിൽ കൂടെ ദൈവം ചില ശുശ്രൂഷകളുടെ നന്മകൾ ഇനിയും വരുവാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. മാത്യു, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് പിതാവിന്റെ മേൽ ആമേ ശുശ്രൂഷയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ആമേ കടന്നു വരുന്നുണ്ട് കേട്ടോ. ദൈവം പറയുന്നു, ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണത്തെ നീക്കി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമായിരിക്കുന്നു ഈ രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. വായിക്കാം 21 വെളിപ്പാട് 21-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ, ഇനി മരണമുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. ആമേ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ഈ രാത്രി നീ കേൾക്കുന്ന വചനവും വായിക്കുന്ന വചനവും കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കുകളും അത് വിശ്വാസയോഗ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഭാരത്തോടെ മാറിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയാം, തമ്പുരാൻ എന്തെങ്കിലും ദൂതുകൾ ആരിൽ കൂടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവാത്മാവിന്റെ ആലോചനയാണെങ്കിൽ മുഴങ്കാൽ മടക്ക്. നിന്റെ ജീവിതത്തോട് തട്ടിച്ചു പോകുന്ന ദൈവകൃപയിൽ ആരാധനയാണെങ്കിൽ മുഴങ്കാൽ മടക്ക്. അത് ഈ ചില ദിവസങ്ങൾ കഴിയും മുൻപേ ദൈവം ചില വിഷയത്തിന് നീക്കുപോക്ക് വരുത്തുന്നതും പുതിയതായി ചെയ്യുന്നതുമായ ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ പറയും കേട്ടോ, ഇത് വേണ്ട,
ഇനി മുമ്പിലോട്ട് വിട്ടാൽ ഇവൻ പടന്ന് പന്തലിച്ച് ഒരു പടക് വൃക്ഷം പോലെ നിൽക്കുമെന്ന് പറഞ്ഞ് മുൻപിലോട്ട് വിടാൻ ശത്രു ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഞാൻ ഒന്നിനെ തോട്ട് കഴിഞ്ഞാൽ അത് അനുഗ്രഹിച്ചു തന്നെ തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവനെ കാത്തിരിക്കുന്നവർക്ക് അവൻ്റെ കൈ അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് വേദപുസ്തകത്തിൻ്റെ അകത്തളങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പലരും പറയും, ഓവറായി പോയില്ലേ, ഇത്രയും വേണ്ടായിരുന്നു, ഇത്രയും ആത്മീയം വേണ്ടായിരുന്നു, ഇത് ഓവറല്ലേ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ശാസിക്കണം. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശുശ്രൂഷയെ ആമേ തടയാൻ നിൽക്കുന്ന പൈശാചിക കോട്ടകളെ ശാസിച്ച് മുൻപിലോട്ട് കടന്നു പോകാൻ ഇന്ന് രാത്രി പദ്ധതിയായി മുമ്പിലോട്ട് വരുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല, അത് വലിയ ദൗത്യമാണ്. അതിലേക്ക് ആമേ കാൽച്ചോട് വയ്ക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളും അടുത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്. ആമേ, സ്തോത്രം. ആമേ, 15-ാമത്തെ അധ്യായത്തിൻ്റെ ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആമേൻ 49-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ, മണ്ണ് ആമേൻ ഒന്ന് വായിച്ചേ. ആ 49-ാമത്തെ വാക്യം, 15-ന്റെ 49-ാമത്തെ വാക്യം. അത് ഒരു ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായിട്ട് ഒരു വെളിപ്പാട് പോലെ പൗലോസ് കണ്ടിട്ടാണ് പറഞ്ഞത്. ഇത് മറ്റൊന്നുമല്ല, ഇത് സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ഒരു ആമേൻ ആ ചാനലിൽ കൂടെ ദൈവം സഭയെ കടത്തിവിടും. അതിന്റെ മുന്നോടിയായിട്ടാണ് 49-ാമത്തെ വാക്യം വായിച്ചേ. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ അവൻ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഓക്കെ, മണ്ണ് കൊണ്ടുള്ള പ്രതിമ ധരിച്ചതുപോലെ അടുത്തെന്താ ധരിക്കാൻ പോകുന്നത്? സ്വർഗീയന്റെ പ്രതിമ. ആമേൻ. അപ്പൊ എന്താണ് നമ്മൾ ഇപ്പൊ ധരിച്ചിരിക്കുന്നത്? സ്വർഗീയന്റെ പ്രതിമ. ഈ പ്രതിമയെ തൊടാൻ ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ പ്രതിമ സ്വർഗീയന്റെ പ്രതിമയാ. ഇതിനകത്ത് എന്ത് നടക്കണമെന്ന് ഇതിനെ ധരിപ്പിച്ചവൻ അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഓരോ ഷർട്ട് വാങ്ങുമ്പോഴും ആമേൻ, ഓരോ തുണികളും നമ്മൾ ധരിക്കുമ്പോഴും അതിന് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ദൈവം നിർമ്മിതമായിരിക്കുന്ന ഈ സ്വർഗീയ പ്രതിമയുണ്ടല്ലോ, ഈ ശരീരമുണ്ടല്ലോ, ഇതിന് തമ്പുരാൻ ഇതിനകത്ത് അടച്ചിരിക്കുന്നത് വെറുതെ ഉള്ള ഒരു മണ്ണ് മാത്രമല്ല കേട്ടോ. അതിനെ അതിജീവിപ്പാനുള്ളൊരു തേജസ് കൂടെ ആ വീണ്ടെടുപ്പുള്ള ദൈവജനത്തിനു വേണ്ടി ദൈവം കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതിന്ന് രാത്രി ദൈവം അതിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒന്നുകൂടെ ഉറപ്പിക്കുകയാ. ഇത് ഏതാ ശരീരം? സ്വർഗീയന്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേവലം മണ്ണ് മാത്രമല്ല. ആമേൻ. എന്താ മണ്ണ് കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത് നിൽക്കുന്ന ആരോടും പറഞ്ഞില്ല ഒന്ന് ഊതാൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ദൈവം തന്നെ മനുഷ്യന്റെ ആ കളിമണ്ണ് പ്രതിമയുടെ ആ മൂക്കിൽ കൂടെ ആ ശ്വാസം ഊതിക്കയറ്റിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി പുറത്തു വന്നത് പോലെ ഇന്ന് രാത്രി ചിലതിനെയൊക്കെ പുറത്തെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിരിക്കുന്നത് ചെറിയ വിഷയമല്ല കേട്ടോ, വലിയ വിഷയത്തിലേക്ക് ആ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വർഗീയന്റെ പ്രതിമയാ. അതാണ് പൗലോസ് പറയുന്നത്, ഇത് ആമേൻ, സ്തോത്രം, ആരുടെ മന്ദിരം എന്നറിയാമോ? ഇത് കർത്താവിന്റെ മന്ദിരമാ. ഇതിനെ നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. ഇത് ദൈവത്തിന്റെ മന്ദിരമാ. ഇതിനെ ദുഷിപ്പിക്കുവാനോ ഇതിനെ ദണ്ഡിപ്പിക്കുവാനോ ഇതിനെ വേദനിപ്പിക്കുവാനോ ഇത് ആർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്ന് പൗലോസ് വിളിച്ചു പറയുക. ഇതിനെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. നശിച്ചു പോകാതിരിക്കും എന്ത് പ്രാപിക്കണം? ആമ ജീവന നിത്യതയുടെ വചനങ്ങൾ പ്രാപിച്ച് അനുനിമിഷം ഈ ശരീരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഒരു വെടിപ്പുരയ്ക്കകത്ത് ആമ വെടിവെക്കുന്ന അല്ലെങ്കിൽ ആ കുറ്റിക്കകത്തേക്ക് മണ്ണും പശയും കരിമരുന്നും ഇടിച്ചു നിറയ്ക്കുന്നത് പോലെ ഓരോ ദിവസവും വചനമാകുന്ന ആമ വിത്തുകൾ അല്ലെങ്കിൽ വചനമാകുന്ന ദൂതുകൾ ആമ ഇടിച്ച് നിറച്ച് ഈ കൂടാരത്തെ ഉറപ്പിക്കും
കഴിക്കണം. ഹല്ലേലൂയ. അല്ല, രാവിലെ എഴുച്ചിരുന്ന് 2 കുറ്റി പുട്ടും 3 ഏത്തങ്ക പുഴുങ്ങിയതും 1.5 ഗ്ലാസ് പാലും കുടിച്ച് ഒരു ഏമ്പൊക്കം വിട്ടിട്ട് കട്ടിലിന്റെ സൈഡിൽ വന്നിരുന്നിട്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ആമേൻ. രാവിലത്തെ പരിപാടി കഴിഞ്ഞു. രാത്രി എല്ലാം തിന്ന് റെഡിയായിട്ട് തലയിൽ കൂടെ പുതപ്പ് മൂടിയിട്ട് പറയാ, കർത്താവേ നീ എല്ലാം അറിയുന്നു, നീ എല്ലാം അറിയുന്നു, ഞാനിതാ ബാക്കിലോട്ടങ്ങ് മറിയുന്നു. നോക്കി മറിയണം. കട്ടിലിൻ്റെ പുറകിൽ തലയുടെ ഭാഗത്ത് പൊങ്ങിയിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതിൽ വന്ന് അടിക്കാതെ മറിയണം. ഇല്ലെങ്കിൽ പിന്നെ ആമേൻ സമയമാരെത്തി പാടേണ്ടി വരും. സ്തോത്രം. ഇങ്ങനെ പോയാ പറ്റില്ല. പോലെ ദൈവത്തെ മുഴങ്കാൽപ്പടി നിന്ന് ആരാധിക്കുന്നേ, ദൈവം തരുന്ന ഓരോ മണിക്കൂറത്തെ ശ്വാസത്തിന് ദശാംശം കൊടുക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം 24 മണിക്കൂർ 0.2 മണിക്കൂർ 40 മിനിറ്റ് എങ്കിൽ എത്ര മിനിറ്റ് ദൈവത്തിന് കൊടുക്കുന്നു? ഇന്ന് രാത്രി കൊടുക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൈവക്കണ്ട, പ്രാർത്ഥിച്ചോ. അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കൂട്ടായ്മ. കൂട്ടായ്മ അറിയണോ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാ കൂട്ടായ്മ. ആമേൻ സ്തോത്രം. ഒരു പുഴയുടെ വക്കത്ത് ആമേൻ സ്തോത്രം ഒരു തവള പുഴയിലേക്ക് ചാടുന്നു. ചാടി കുറെ നേരം കഴിഞ്ഞിട്ട് മറുകരയിൽ പോയി നിവർന്ന് കരയ്ക്ക് കയറി. ഒരു എലി ഒരു പഴുതാരെ പിടിക്കാൻ വേണ്ടി ഓടി ചെന്നപ്പോഴത്തേക്ക് സുഖം കാണാൻ കൊള്ളാം, നല്ല ഭംഗിയല്ലേ. പുഴയിൽ ചാടി മുങ്ങുന്നു. അടുത്ത മറുകരയിൽ തവള പൊങ്ങുന്നു. എലിക്ക് ഒരു കൂട്ടായ്മ ആചരിക്കാൻ തവള ചേട്ടാ ഒരു കാര്യം ചെയ്, എനിക്ക് നിങ്ങൾ ചാടിയതുപോലെ ചാടാൻ ആഗ്രഹമുണ്ട്. അപ്പൊ തവള പറഞ്ഞു, ശരിയാകത്തില്ല, ഇത് പരിപാടി വേറെയാണ്, നിങ്ങളെ കൊണ്ട് പറ്റില്ല. ആഹാ, നിങ്ങൾ മുങ്ങുമ്പോ ഞാനും മുങ്ങും, നിങ്ങൾ പൊങ്ങുമ്പോ ഞാനും പൊങ്ങും. അതെങ്ങനെ? ഇപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, നോക്കിക്കോ. ഓടിപ്പോയി എലിച്ചേട്ടൻ ഒരു കയറും കടിച്ചോണ്ടെങ്കിൽ വന്നു. ഒരറ്റം ഇതെങ്ങനെ കെട്ടും? ഒരറ്റം ചേട്ടൻ്റെ എളിയിൽ കെട്ടിക്കോ. മാററ്റം എൻ്റെ എളിയിലും കെട്ടാ. ചേട്ടൻ 1 2 3 പറയും മുമ്പേ ചേട്ടൻ ചാടണം, പുറകെ ഞാനും ഉണ്ട്. ചാടിയില്ലെങ്കിലും ഞാനും ചാടും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി യേശുവിനുള്ള കൂട്ടായ്മ ഇന്ന് രാത്രി ചിന്തിക്കണം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പ്രാർത്ഥനയുടെ അടുത്തേക്ക് വരുമ്പോ കൂട്ടായ്മ ഏതാ? തവളച്ചാട്ടൻ ഒരു പ്രാവശ്യം ചാടി, ഒന്ന് മുങ്ങിയപ്പോ എലിയും ഒന്ന് കഷ്ടിച്ചല്ല നല്ല ഉശിരോടെ പൊങ്ങി. രണ്ടാമത് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ചാടാൻ പോകുക. അതെ, അവൻ ഒന്നുകൂടെ ചാടിയപ്പോൾ പുറകെ 1 2 3 പറയും മുമ്പേ തന്നെ അവൻ ചാടി. പുറകെ ആരുണ്ട്? എലിച്ചേട്ടനും ഉണ്ട്. അടുത്തും പൊങ്ങിയപ്പോ എലി ഒന്ന് കട്ടിച്ചു പൊങ്ങി. 3-ാം പ്രാവശ്യം പറഞ്ഞു, ഞാൻ 1 2 3 എന്നും പറയത്തില്ല, ഞാൻ 3 മാത്രം പറയും. കൂടെ ഉണ്ടല്ലോ അല്ലേ? പിന്നെന്താ, ഞാൻ വീഴുന്നവരെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ ചേട്ടൻ അങ്ങ് ചാടിയതും എലിയും കൂടെ ചാടിയ ശേഷം മറുകരയിൽ എത്തും മുമ്പേ ഒരു വെള്ള സാധനം മലർന്നു കിടക്കുക. ഇതാര് കാണുന്നു? ഏകദേശം ഒരു 10-2000 അടി മുകളിൽ പറക്കുന്ന കഴുകൻ. അത് 24 hours ഉപവാസത്തിൽ മുകളിൽ കറങ്ങുക. ഒന്നുമില്ലെന്ന്, പഞ്ഞമാസമല്ലേ, ഒന്നും കിട്ടാനില്ല. വെള്ളത്തിലേക്ക് നോക്കിയപ്പോ ഒരു സാധനം ഇങ്ങനെ കിടക്കുക, നല്ല വെളുവെളുത്ത സാധനം. ആമേൻ. ഇത് നേരെ നിമിഷം കൊണ്ട് താഴെ ഇറങ്ങി വന്ന് അതിന്റെ കാലുകൾ കൊണ്ട് നിലം കൊണ്ട് ഇതിനെ ഒന്ന് അമർത്തി പൊക്കിയപ്പോൾ മനസ്സിലായി. ആമേൻ. വചനം ഓർത്തു. കഴുകൻ വചനം ഓർക്കുക. നിനച്ചതിലും ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി മറ്റവരും കൂടെ ഉണ്ട്. ഇന്ന് രാത്രി കൂട്ടായ്മ ഏതെന്നറിയാമോ? തവളച്ചേട്ടനും പെട്ടു. കിട്ടിയത് ചത്ത എലിയാണെങ്കിലും ചത്ത എലിയെ കളഞ്ഞിട്ട് ജീവനുള്ള തവളയെ ഭക്ഷിച്ച് കഴുകൻ പറയുന്നു, എന്റെ ദൈവം എത്രയോ വിശ്വസ്തൻ. കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതിന്റെ ആഹാരത്തെ കൊടുക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ കൂട്ടായ്മ ആരുമായിട്ടാണ്? എങ്കിൽ നിനക്കൊരു ഉപവാസം ഉറപ്പായിട്ടും വേണം.
ശംഭവരാജകൽക്കനാദി. കൂട്ടായ്മ മറന്നു പോകരുത്, പ്രാർത്ഥന മറന്നു പോകരുത്, ആരാധന മറന്നു പോകരുത്, ആരാധനയ്ക്കകത്ത് ദൈവസാന്നിധ്യം മറന്നു പോകരുത്. 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 14-ന്റെ 12, 14, 13, 14, 14, 14, 15, 14, 18, 14, 19, 14, 20, 14, 22, 14, 27, 14 പ്രൈസ് ദി ലോർഡ് 9, 14, 23. ഇത്രയും വാക്യം നിങ്ങൾ വായിച്ചു നോക്ക്. ഇതിനകത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സ്തോത്രം പൗലോസ്ലീഹ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. 16-ന്റെ 6, 16-ന്റെ 10, 11, 16-ന്റെ 20, 16-ന്റെ 8, 16-ന്റെ 3, 16-ന്റെ 20. ഹല്ലേലൂയ. ദൈവദാസനെ ഇന്ന് രാത്രി 16-ന്റെ 16, 16-ന്റെ 9 ഈ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. 16-ന്റെ 9 നിങ്ങൾ വായിക്കണേ, 16-ന്റെ 10 നിങ്ങളൊന്ന് വായിക്കണേ, 16-ന്റെ 8 നിങ്ങൾ വായിക്കണേ, 16-ന്റെ 18 നിങ്ങൾ വരണം കേട്ടോ. സഹോദരൻ 16-ന്റെ 20 നിങ്ങൾ വരണം. എന്താ പൗലോസ് വിളിച്ചു പറയുന്നത്? വിശ്വാസികൾ അന്യോന്യം വിശുദ്ധ ചുംബനത്താൽ ഹല്ലേലൂയ ചെയ്യുന്ന വന്ദനം. ഇന്ന് അതെല്ലാം തീർന്നുപോയി. ഇന്ന് വിശുദ്ധ ചുംബനം പോയിട്ട് മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ലെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നൊരു വാക്ക് കേട്ടോ. ഒടുക്കത്തെ ശത്രുവായിട്ട മരണം നീങ്ങിപ്പോകും. അത് ഒരു ദിവസം മാത്രമല്ല, 2 ദിവസം മാത്രമല്ല, 3 ദിവസം മാത്രമല്ല, 4 ദിവസം മാത്രമല്ല. അന്ത്യത്തോളം. ദൈവം എത്ര നാളാണോ ഈ ഭൂപരപ്പിൽ ഒരു ദൈവപൈതൽ നിർത്തുന്നത്, അത്രയും നാൾ. വായിച്ച ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോൾ 20-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം 20-ാം ലൂക്കോസ് സുവിശേഷം 21-ാമത്തെ അധ്യായം അതിന്റെ സ്തോത്രം 5-ാമത്തെ വാക്യവും വായിച്ച് 20-ന്റെ 35-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. സ്തോത്രം 21-ന്റെ 5-ഉം 20-ന്റെ സ്തോത്രം 35-ഉം ഒന്ന് വായിച്ചേ. 35 ഒന്ന് വായിച്ചേ. 20-ന്റെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊല്ലപ്പെടുകയുമില്ല, അവർ പിന്നെ മരിപ്പാനും കഴിയുകയില്ല. 20-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ ഒരു വാക്ക് വ്യക്തമായി തൻ്റെ ദാസനായിരിക്കുന്ന, വൈദ്യനായിരിക്കുന്ന, ഡോക്ടറായിരിക്കുന്ന ലൂക്ക വിളിച്ചു പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും പ്രൈസ് ദി ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനവും പ്രൈസ് ദി ലോർഡ് യോഗ്യനായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. സ്തോത്രം. കണ്ടോ? ഹല്ലേലൂയ. ഒരു വലിയൊരു ദൂതിലേക്കാണ് വൈദ്യൻ നമ്മെ കൊണ്ടുപോകുന്നത്. എന്താ അവിടെ അങ്ങനെ ഒരു വാക്ക് അവിടെ താൻ കൊണ്ടുവന്ന കാര്യം? ഈ ലോകത്തിന്റെ മക്കൾ, സ്തോത്രം, ഈ ലോകത്തിന്റെ മക്കൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മക്കൾ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ, ദൈവകൃപയിൽ നിൽക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവർ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ആലോചന ഏറ്റെടുക്കുന്നവർ. സ്തോത്രം. സ്നാനത്തിൽ കൂടെ ഒരു മരണം കഴിഞ്ഞു. 2-ാമത്തെ മരണത്തിന് നിന്നിൽ അധികാരമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. തന്റെ വിശുദ്ധന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയാകുന്നു. ദൈവം തന്നെ സ്ഥാപിച്ചിരിക്കുന്ന 2 കാര്യമാണ്. 1 ജനനം, സമയമില്ല. 3 2 മരണം. ഈ 2നും സമയം നിശ്ചയമല്ല. എന്നാൽ 2 ഉറപ്പാണ്. ജനനത്തെ മനുഷ്യൻ സ്വാഗതം ചെയ്യുന്നു, മരണത്തെ മനുഷ്യൻ ഭയക്കുന്നു. ഹല്ലേലൂയ. മരിക്കുമെന്ന് പറഞ്ഞാൽ മരണത്തെ മനുഷ്യൻ ഭയക്കുന്നു. എന്നാൽ പുസ്തകം പറയുന്നു തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ആർക്ക് വിലയേറിയത്? ദൈവത്തിന് വിലയേറിയത്. അതാണ് ദാനിയേലിനോട് പറഞ്ഞത്, ദാനിയേലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക. ഹല്ലേലൂയ.
ആമേൻ. നീ പോയി വിശ്രമിച്ചു കൊള്ളുക. നിനക്ക് ഓഹരി പ്രാപിക്കേണ്ട സമയത്ത് നീ പുറത്തു വരും. കണ്ടോ, ഇവിടെ ചെയ്തതിന്റെ സകല നന്മകളും ഇന്ന് 10-15 മിനിറ്റ് പ്രസംഗിച്ചാൽ, പുറവാദിപ്പിച്ചാൽ, ഒരു ട്രാക്റ്റ് കൊടുത്താൽ, ഒരു സാക്ഷ്യം പറഞ്ഞാൽ, ദൈവനാമത്തിൽ ഒരാളുടെ നേടിയാൽ, അതിന് സകലത്തിന്റെ ഓഹരി നിനക്ക് വേണ്ടി ദൈവം മാറ്റി വച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെയൊക്കെ ആമേൻ ജീവിതത്തിലെ സ്ഥിതികളെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വച്ചേ, ദൈവത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എൻ്റെ സമയമല്ല, നിന്റെ സമയത്തിൽ ഞാൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമയം വേണ്ട, നിന്റെ സമയത്തിൽ ഞാൻ ജീവിക്കാൻ പോകുകയാ. നിന്റെ സമയത്തിൽ ഞാൻ മുൻപിലോട്ട് പോകാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ സമയത്തിൽ ഞാൻ നടക്കാൻ പോകുകയാ. വെളിപ്പാട് പുസ്തകം 20:6 വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ദൂത് ആമേൻ വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. 20:6 നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ദൂത് ഒന്ന് വായിച്ച 20:6, വെളിപ്പാട് പുസ്തകം 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ, ഇതൊന്നാമത്തത് പുനരുത്ഥാനവും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നാം പങ്കാളിയായവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. കണ്ടോ, ഇനി ഒരു മരണത്തിന് നിന്റെ മേൽ അധികാരമില്ലാതെ ദൈവം അതിനെ എന്നേക്കുമായി വൈൻഡ് അപ്പ് ചെയ്തിരിക്കുക. 50 മന്ത്രവാദികൾ തച്ചിന് കുത്തിയിരുന്ന് മന്ത്രം ജപിച്ചാലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ തകർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ദൈവ കുഞ്ഞെ, ഈ രാത്രി ഉറപ്പിച്ചു പറയുക, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആമേൻ നിന്നോട് സംസാരിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി കിടപ്പുണ്ട്. നിന്നെക്കുറിച്ച് ഒരു ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. രഞ്ജു സിസ്റ്ററെ, നിങ്ങളെ രോഗിയാക്കി എണ്ണത്തോണിയിൽ കിടത്തുമെന്ന് പറഞ്ഞ് ശത്രു പല നാളുകളായി നിങ്ങളുടെ പിന്നെ ആമേ പിന്തുടർന്നെങ്കിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അത് പൊളിക്കാൻ പിശാചിന് കഴിയത്തില്ലെന്നേ. ഹല്ലേലൂയ. കാരണം ഒടുക്കത്തെ ശത്രുവിനെ കർത്താവ് എന്നേക്കുമായി ആമേ പ്രൈസ് ദി ലോർഡ് തകർത്തിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി രണ്ടാമത്തെ ഒരു ശക്തിക്ക് നിന്റെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാ അങ്ങനെ തന്റെ ഭക്തൻ എഴുതി വെച്ച കാര്യം എന്നറിയാമോ? ഇന്ന് രാത്രി അയ്യോ എന്നെ തകർക്കും, അയ്യോ എന്നെ ഇല്ലാതായി കളയും, എന്നെ ആമേ മുച്ചൂട് തീർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി വചന തെളിവോടെ പറയുകയാണ്, ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ആമേ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ടും ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് 1000 ആമേൻ അവനോട് കൂടെ ക്രിസ്തുവിനോട് കൂടെ ആമേൻ 1000 ആമേൻ ആണ്ടും വാഴാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ മരണത്തിന് നിന്നോട് അധികാരമില്ല. എന്ന് രാത്രി ആമേൻ അവന്റെ പദ്ധതി നിറവേറാൻ ആമേൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ അഭിഷക്തന്മാരെ നിങ്ങളെ തൊടാൻ ശത്രുവിന് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒടുക്കത്തെ ശത്രുവിനെ തകർക്കാൻ, ഒടുക്കത്തെ മരണത്തെ തകർക്കാൻ, മരണമെന്ന് കേൾക്കുമ്പോൾ വീട്ടിനകത്ത് കയറി വാതിലടയ്ക്കുമ്പോൾ പേടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, കർത്താവേ, ഞാൻ കർത്താവിന് വേണ്ടി ഫലം കാച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാണൻ പോയാൽ ഞാൻ ഭാഗ്യവാനാ. ദൈവത്തിന്റെ പൈതലേ, ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്. 20-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അതിനെ തീപ്പൊയ്ക തള്ളിയിട്ടിരിക്കുക. അതിനി പുറത്തെടുക്കാൻ ഇനി എന്തുമാത്രം കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് പുറത്തു വരത്തില്ല. അതിനെ അടച്ചു മുദ്ര വച്ചിരിക്കുക. സ്തോത്രം. ആമേൻ.
നന്മകളെ തടയുന്ന, ഉയർച്ചകളെ തടയുന്ന, ഭാവിയെ തടയുന്ന, തടയിട്ട് മാത്രം പോരാടിച്ചു നിൽക്കുന്ന സകല പൈശാചിക കോട്ടകളെയും തകർക്കാൻ ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. നിന്റെ പ്രാർത്ഥനയും മനസ്സൊരുക്കവും ദൈവത്തിന് ഇന്ന് രാത്രി അത്യാവശ്യമാണ്. അതുകൊണ്ട് 11-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 11:26, 11:27, 11:23, 11:30, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ആ 11-ാമത്തെ അധ്യായത്തിന്റെ 16, 14 നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ, പൗലോസ് വ്യക്തമായി ശക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ, 11:22 വരുമ്പോഴും അവിടെ ഈ പറയുന്നത് തിരുവത്താഴം സ്ഥാപിതമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ തിരുവത്താഴത്തെ കുറിച്ച് പറയുന്നു. അടുത്ത 11:22 പറയുന്നു അവിടെ കർത്തൃമേശയെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. 11:27 പറയുന്നു ഹല്ലേലൂയ കർത്താവിന്റെ മേശ എന്ന് പറയുന്നു. എന്താ ഇങ്ങനെ ആമേ തന്റെ ഭക്തൻ പറഞ്ഞ് ജനത്തെ ഉറപ്പിക്കുന്നെന്നറിയാമോ? 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ട മുൻപേ, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെടും മുൻപേ എന്ന് രാത്രി ദൈവമൈതലേ, നീ രക്ഷിക്കപ്പെടും മുമ്പേ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നീ രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നപ്പോ ദൈവം നിന്നെ ചിലതൊക്കെ ഒന്ന് ക്രമീകരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള മിനുസമുള്ള ഒരു ആയുധമാക്കി ദൈവം നിന്നെ കൊണ്ടു നിർത്തിക്കണമെന്നറിയാമോ? 12:3, 12:7, 12:13, 12:31, 13:13 നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പൗലോസിന് പറയാൻ കഴിയും, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ തൊടാൻ ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവ കുഞ്ഞേ, ഹല്ലേലൂയ, 13:13, ആമേൻ, സ്തോത്രം, 13:7, 13:7 പറയുന്നു, എല്ലാം പൊറുക്കുന്നത് എന്താണെന്നറിയാമോ? സ്നേഹമാണ്. എല്ലാം പൊറുക്കാൻ, എല്ലാം ക്ഷമിക്കാൻ, എല്ലാ ചതിവുകളും, എല്ലാ വഞ്ചനകളും, എല്ലാ കളവുകളും, എല്ലാ പോരായ്മകളും, എല്ലാ പീഡകളും, എല്ലാ ശുദ്രങ്ങളും, എല്ലാ പങ്കപ്പാടുകളും, എല്ലാ പോർവിളികളും, എല്ലാ വെല്ലുവിളികളും, എല്ലാ ആമേ സ്തോത്രം, ആമേ ചതിവുകളും പൊറുക്കുന്നത് സ്നേഹമാണ്. സ്തോത്രം. സ്നേഹമില്ലെങ്കിൽ ആമേ സ്തോത്രം ഒന്നുമില്ല എന്ന് പൗലോസ് വ്യക്തമായി പറയുകയാണ്. ദൈവകുഞ്ഞെ സ്തോത്രം 13:13, 14:2 നമ്മൾ പഠിക്കുമ്പോഴും ദൈവത്തിന്റെ ദാസൻ 13:14, 14 ആമേ സ്തോത്രം, ആമേ 3, 14:4, 14:8 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ആമേ 14:13 ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവെന്താ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആമേൻ എന്ന് പൗലോസ് 14:13 പറയുന്നു. എങ്ങനെ പറയണം? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ത് വേണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ദൈവകൃപയിൽ നിൽക്കണം. പരിശുദ്ധാത്മാവിൽ മുന്നേറണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഒരു ദൈവവേദന മുമ്പിലോട്ട് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. 9:27 പറയുന്നു, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അവിടെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. 9:25 വാടാത്ത കിരീടം. 9:25 ആമേ സ്തോത്രം, അംഗം പൊരുതുന്നവൻ. 9:24 ഓട്ടക്കളം. ആമേ 9:22 ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കുക, രക്ഷപ്പെടുക, വീണ്ടെടുക്കുക, ദൈവത്തെ ആരാധിക്കുക. കാരണം രക്ഷിക്കപ്പെട്ട് വീണ്ടെടുപ്പിൽ മുൻപിലോട്ട് നിൽക്കുന്ന ദൈവവൈതലെ, വാടാത്ത കിരീടത്തിന്റെ അകത്തേക്ക് നീയും ഞാനും ആയിത്തീരണമെങ്കിൽ ഈ നാളുകളിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല. ചതഞ്ഞ ഓട പോലെ പോയാൽ പറ്റില്ല. പക്ഷേ മാമേ ഓടുന്ന ഓട്ടത്തിന് ലക്ഷ്യം വേണം, സ്ഥാനം വേണം, സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ ഇവിടെ പറഞ്ഞത്, ഒടുക്കത്തെ ആമേൻ ശത്രുവിന് എന്ത് ചെയ്യും? കർത്താവ് പിഴുതെറിയാൻ പോകുക. ഇന്ന് ചില പ്രാർത്ഥനകളിൽ ആമേൻ ചില ശത്രുക്കളെ പിഴുതെറിയുന്ന രാത്രിയാ. ചില പ്രാർത്ഥനകളിൽ ചില പോരുകൾ അഴിയുന്ന രാത്രിയാ. നിനക്ക് കുടുംബത്തിന് നേരെയുള്ള വെല്ലുവിളി, തലമുറയ്ക്ക് നേരെയുള്ള വെല്ലുവിളികളെ ഇന്ന് രാത്രി തമ്പുരാൻ പിഴുതെറിയുന്ന രാത്രിയാ. ഹല്ലേലൂയ. ശമനപരഗതുനി വൈഡമനാരകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് രാത്രിയില് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പോരുകൾ